അപ്പോൾ ഇന്നോവക്ക് ഒരുപാട് പേരുടെ സ്വപ്ന വാഹനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ പ്രൈസിലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകും. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 1,95,000 രൂപ കൊടുക്കാം. 1,95,000 2015 മോഡൽ ആൾട്ടോ. ക്യാമറ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. റിയർ ഡീഫോഗർ, റിയർ വൈപ്പർ, ഒരുപാട് ക്രോമിങ് ഫിനിഷുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ തപ്പി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പ്രൈസിൽ നമുക്ക് നല്ലൊരു വി ഓപ്ഷൻ വാഹനം സ്വന്തമാക്കി. ഒരു 5 ലക്ഷത്തിന് താഴെ ആരെങ്കിലും വി ഓപ്ഷൻ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് 4,90,000 രൂപ ചോദിക്കുന്നുണ്ട്. അത് 2,95,000. 2,95,000. 3 ലക്ഷത്തിന് താഴെ നമുക്ക് ഒരു ഡീസൽ ഫാമിലി വാഹനം സ്വന്തമാക്കാം. മലയാളി മീഡിയയിലെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ചെറിയ വീഡിയോക്കും പ്രത്യേകതകളുണ്ട്. ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. ഈ വീഡിയോ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. മാക്സിമം അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയുടെ താഴെ ഇന്നോവ, അതുപോലെ തന്നെ 2 ലക്ഷം രൂപയുടെ താഴെയുള്ള ആൾട്ടോ, 2,95,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് റിഡ്സും ഉണ്ടാവുക. 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ. അപ്പോൾ ഇന്നോവക്ക് ഒരുപാട് പേരുടെ സ്വപ്ന വാഹനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ പ്രൈസിലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മുബഷിർ ഖാൻ മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖം തന്നെ. ഓക്കെ, എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ വരുന്നത്? നമ്മളെ വീട്ടിലെന്ന് വെച്ചിട്ടുള്ള ചെറിയ കച്ചവടമാണ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ചിട്ട് പരമാവധി അങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയുക, അങ്ങനെ ചെയ്യലാണ്. ഓക്കെ, വിശ്വാസത്തോട് കൂടെ നമ്മൾ വിശ്വാസത്തോട് കൊടുക്കാം. ഓക്കെ, 5 ലക്ഷത്തിന് താഴെയുള്ള ഇന്നോവ ഉണ്ട് എന്ന് പറഞ്ഞു, ഓൾട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ലോൺ കൊടുക്കുമോ? ലോൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷെ ലോണിന് എന്ത് ചെയ്യുക, അവർക്ക് വേണമെങ്കിൽ സമയം കൊടുക്കാം, അഡ്വാൻസ്. അപ്പൊ നിങ്ങൾ ചെയ്ത് കൊടുക്കില്ല, അവർക്ക് വേണമെങ്കിൽ അതിനുള്ള സമയം നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. പിന്നെ വേറൊന്ന് ചോദിക്കാനുള്ളത്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഉള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യലില്ല. ഇപ്പൊ നിങ്ങൾ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്തു നമ്മളെ വീഡിയോ കണ്ടിട്ട്, അപ്പൊ എന്തെങ്കിലും മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഉള്ള വണ്ടിയാണ് തിരിച്ചറിഞ്ഞാൽ എന്തായാലും പരിഹാരം ചെയ്തു കൊടുക്കുക? ഓല പൈസ തിരിച്ചു കൊടുക്കും, വണ്ടി നമ്മൾ റിട്ടേൺ എടുക്കും. ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ളത് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടാവും, വേറെ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ഉള്ളതുള്ള പോലെ പറഞ്ഞിട്ട് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. അല്ലെങ്കിൽ തെറ്റുറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, നിങ്ങൾ കമന്റിൽ കണ്ട് ചീത്ത പറഞ്ഞോളൂ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കുറച്ച് ബർക്കത്തുള്ള ഒരു ഇന്നോവ തന്നെ തുടങ്ങാം അല്ലേ. ഓക്കെ, ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2008 മോഡലാണ്. 8 മോഡലാണല്ലേ. കണ്ടോ, 2015 ഒരു ബോഡി ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4 അലോയ് വീൽസ്. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം 80% ടയർ ഉണ്ടല്ലേ. സ്കേർട്ടിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടെയിൽ ലാമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടോ? റിവേഴ്സ് ക്യാമറ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. റിയർ ഡീഫോഗർ, റിയർ വൈപ്പർ, ഒരുപാട് ക്രോമിങ് ഫിനിഷുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ. ഈ ഓപ്ഷനാണ്. വി ഓപ്ഷൻ തപ്പി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പ്രൈസിൽ നമുക്ക് നല്ലൊരു വി ഓപ്ഷൻ വാഹനം സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ ലാൻഡ് ക്രൂസറിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. എ സി ഒക്കെ ഇങ്ങനെ പക്ക കൂളിംഗ് ആണല്ലേ. 8 സീറ്റ് ആണല്ലേ വരുന്നത്. ഓക്കെ, റൂഫ് എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് ഈ വാഹനം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇത് 4,60,000. 60,000 രൂപ. എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു നേരിട്ട് വന്നാൽ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു തരും. 5 ലക്ഷത്തിന് താഴെ ആരെങ്കിലും വി ഓപ്ഷൻ ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. അത് ഇത്ര മോഡല്? ഇത് 2011 മോഡൽ വി ആണ്. വി ഓപ്ഷൻ ആണ് അല്ലേ. ഓക്കെ, ടൈപ്പ് 2 ആണെന്ന് തോന്നുന്നു. ടൈപ്പ് 2 ആണ് വാഹനം വരുന്നത്. എന്നാലും വി ഓപ്ഷൻ ആയതുകൊണ്ട് 4 അലോയ് വീൽസ്. ടയർ ഏകദേശം എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ടയർ ഏകദേശം ഒരു 50% മുകളിൽ ടയർ ഉണ്ട്. ഇന്റർകൂളർ ആണല്ലേ. അപ്പൊ മൈലേജ് അത്യാവശ്യം നമുക്ക് ലഭിക്കും. ഓക്കെ, റിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ. വി ഓപ്ഷൻ ആണ്. ഡീഫോഗർ, റിയർ വൈപ്പറും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബോഡി ഷേപ്പ് ഒക്കെ നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവർ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന 7 സീറ്റർ വാഹനം. 2011 മോഡൽ ഇന്നോവക്ക് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യണേ? ഇത് 4,90,000 രൂപ ചോദിക്കുന്നുണ്ട്. അത് NOC വിത്ത് NOC. നമ്പർ ആക്കാൻ എത്ര ചെലവ് വരും?
നമ്പർ ആക്കാൻ ഒരു 50 റുപ്യ ചെലവ് വരും. 50 രൂപ ചിലവ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ ലോണും ചെയ്യാമല്ലേ അവർക്ക്. ഓക്കെ, 50 രൂപ ചിലവ് വരും. എന്നാലും നല്ലൊരു പ്രൈസിൽ 2011 കുറച്ച് മോഡൽ കൂടിയൊരു ഇന്നോവ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. വി ഓപ്ഷൻ. അടുത്തായിട്ട് ഇതാ കിടക്കുന്നു സാധാരണക്കാർക്ക് പറ്റിയൊരു വാഹനം, അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അല്ലേ. 2 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കൂലേ നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2015 മോഡലാണ്. 15 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റും ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഈ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേലെ മേജർ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഗ്ലാസ് കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റിക്കണോ? ഡോറ് ഗ്ലാസ് ഇല്ല, ഡോർ ഗ്ലാസുകളൊന്നും മാറി. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് LXi ഓപ്ഷൻ അല്ലേ. എ സി ഒക്കെ എങ്ങനെയുണ്ട്? കൂളിംഗ് ആണോ? AC ഒക്കെ കൂളിംഗ് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടല്ലേ. എ സി ഒക്കെ പക്കാ കൂളിങ്ങോട് കൂടി വരുന്ന വാഹനമാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ ഒരു 2 ലക്ഷത്തിന് താഴെ കൊടുത്തൂടെ? എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 1,95,000 റുപ്യ കൊടുക്കാം. 1,95,000 2015 മോഡൽ ആൾട്ടോ. ഈ വാഹനത്തിന് ലോൺ കിട്ടൂല്ലേ 2015 ആകുമ്പോൾ? ലോൺ കിട്ടും, അത് അവരെന്ത് ചെയ്തോട്ടെ, ലോൺ ഇട്ടോ. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ നിന്ന് കൊടുക്കാം, ഗ്യാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം നമ്മള്. ഇനി ഒരു പെട്രോൾ എടുക്കാല്ലേ, എന്നൊരു ചെലവ് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പിന്നെ ഓൾട്ടോ ആണ്, അത്ര കുറയാൻ സാധ്യത ഉള്ളൂ. അത്ര എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു കിടിലൻ വാഹനം പരിചയപ്പെടാം. 20 കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജ് ഷുവറായിട്ടും പറയാൻ പറ്റുന്ന ഒരു വാഹനം റിഡ്സ്. അതുപോലെ തന്നെ ഡീസലിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞൊരു വാഹനമാണ്. ഓക്കെ, ഏതാ മോഡല്? ഇത് 2013 മോഡല്. 13 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3 തോന്നുന്നു. 3rd ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,30,000 കിലോമീറ്ററിന്റെ മുകളിൽ ഓടി. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ വണ്ടിക്ക്? ഹിസ്റ്ററി അത്ര ഇല്ല, എന്നാലും 1 ലക്ഷത്തിന്റെ മുകളിലായിട്ട് ഹിസ്റ്ററി ഉണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 5 അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയറൊക്കെ ഒരു 70% ടയറും ഉണ്ട്. 70% ടയർ. 2013 മോഡലാണ്. ഡീസലിൽ നല്ല മൈലേജ്, അത്യാവശ്യം ഓട്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ഒക്കെ കൂളിംഗ് അല്ലേ? കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാമല്ലോ. ഇപ്പോൾ ഡീസൽ വണ്ടി ആകുമ്പോൾ ഒരുപാട് പേർക്ക് പേടി ഉണ്ടാവും, മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു വാഹനത്തിന് മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതും മൈലേജ് ലഭിക്കും. എത്ര ഇതിന് ആസ്ക് ചെയ്യണേ? ഇതിന് 2,95,000. 2,95,000 രൂപ. 3 ലക്ഷത്തിന് താഴെ നമുക്ക് ഒരു ഡീസൽ ഫാമിലി വാഹനം സ്വന്തമാക്കാം കേട്ടോ. ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ലോൺ അവർക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് പേർക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ തന്നെയാണ് കേട്ടോ ഇവർ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കുന്നവരാണെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് കോൾ എടുക്കൂല. നിങ്ങൾ ചിലവർ പരാതി വരുന്നുണ്ട് കോൾ എടുക്കുന്നില്ല എന്നൊക്കെ. എപ്പോൾ വിളിച്ചാലും മൂപ്പര് കോൾ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ. ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ പ്രേക്ഷകർ വരുമ്പോൾ കുറച്ച് കൊടുക്കണം കേട്ടോ, മലയാള മീഡിയ ആയതുകൊണ്ട്. ഓക്കെ, തൽക്കാലം ഇന്നത്തെ സ്ക്രീനിൽ നിന്ന് വിട പറയുകയാണ്. അടുത്ത നല്ല എപ്പിസോഡ് തപ്പിപ്പിടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് എപ്പിസോഡ് മാറ്റി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.